നമസ്കാരം. വെങ്കടരമണ ഗോവിന്ദ, സങ്കടഹരണ ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ നാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമായ ഭൂലോകത്തിലെ വൈകുണ്ഠമാണ് ശ്രീ തിരുപ്പതി ക്ഷേത്രം. അവിടെ ഭഗവാൻ രമയോടുകൂടി അദ്ദേഹത്തിന്റെ പത്നിയായ മഹാലക്ഷ്മിയോടുകൂടി ആഘോഷമായി ആമോദമായി താമസിക്കുന്നു എന്നാണ് ഐതിഹ്യം. കല്യാണാത്ഭുതഗാത്രായ കാമിനാർത്ഥപ്രദായിനി ശ്രീമദ് വെങ്കടനാഥായ ശ്രീനിവാസായ തേ നമഃ. അദ്ദേഹം കല്യാണരൂപിയാണ്. സർവ മംഗളങ്ങളും സർവ ഐശ്വര്യങ്ങളും ഘനീഭൂതമായ ഐശ്വര്യ സ്വരൂപമാണ് ഭഗവാൻ വെങ്കടേശൻ. അദ്ദേഹത്തിന്റെ പത്നിയായ മഹാലക്ഷ്മിയോടും ഭൂദേവിയോടുകൂടിയും അവിടെ വാണരുളുന്നു. തെക്വാ വൈകുണ്ഠമുത്തമം സ്വാമി പുഷ്കരണീ തീരെ രമയാ സഖമോദത. ഇങ്ങനെയാണ് പറയുന്നത്. ഭഗവാന്റെ അത്ഭുതമായ ലീലകളാണ് ഈ തിരുപ്പതി ക്ഷേത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വളരെ സങ്കീർണമായൊരു ഐതിഹ്യമാണ് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെത്. കാരണം അത് ദ്വാപരയുഗമായിട്ടും ത്രേതായുഗമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ഭഗവാൻ വൈകുണ്ഠത്തെ ത്യജിച്ച് ഈ സ്വാമി പുഷ്കരണിയുടെ തീരത്ത് വാണരുളുന്നു. എന്താണ് ഈ വൈകുണ്ഠത്തെ ത്യജിക്കാൻ ഉള്ള കാരണം? അവിടെ മുതലാണ് ഈ കഥ തുടങ്ങുന്നത്. ഒരിക്കല് ഗംഗയുടെ തീരത്ത് മഹർഷിമാരെല്ലാവരും ചേർന്ന് ഒരു യജ്ഞം ആരംഭിച്ചു. അപ്പൊ നാരദ മഹർഷി ആ വഴി വന്ന് യജ്ഞാചാര്യനായ മഹർഷിയോട് ചോദിച്ചു, കപില മഹർഷിയോട് ചോദിച്ചു, ആരാണ് യജ്ഞപുരുഷൻ? ആരെയാണ് ഈ യജ്ഞത്തിന് യജ്ഞപുരുഷനായിട്ട് വരിക്കേണ്ടത്? അതിന് യോഗ്യതയുള്ള ആൾ ആരാണ്? അത് ശ്രീ മഹാദേവനാണോ, അതോ ബ്രഹ്മാവാണോ, അതോ വൈകുണ്ഠനാഥനായിട്ടുള്ള ശ്രീഹരിയാണ്? ആരാണ് ഈ യജ്ഞപുരുഷൻ? അപ്പോ യജ്ഞം നടത്തുന്ന കശ്യപ മഹർഷിക്കും മറ്റു മഹർഷിമാർക്കും ഒക്കെ സന്ദേഹമായി. ഇതിപ്പോ എങ്ങനെയാ ഇതിപ്പോ ഒന്ന് നിശ്ചയിക്കുക? ഈ ത്രിമൂർത്തികളിൽ ആരാണ് യോഗ്യൻ? ആരാണ് യജ്ഞപുരുഷനായിട്ട് സ്വീകരിക്കേണ്ടത്? ആരെയാണ് യജ്ഞപുരുഷനായിട്ട് സ്വീകരിക്കേണ്ടത്? അപ്പൊ സംശയം. അപ്പൊ നാരദര് തന്നെ അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ഭൃഗു മഹർഷിയോട് പറയാം. അദ്ദേഹം ഈ 3 ലോകങ്ങളിലും, സത്യലോകത്തിലും വൈകുണ്ഠത്തിലും കൈലാസത്തിലും എത്തി അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഈ ദേവന്മാരെയൊക്കെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ ആരാണെന്ന്. അങ്ങനെ ഈ മഹർഷിമാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഭൃഗു മഹർഷി യാത്ര പുറപ്പെടുകയാണ്. ഇപ്പൊ ബൃഹമഹർഷിയാണ്, അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമായിരിക്കും യജ്ഞപുരുഷൻ ആരാണ് എന്നുള്ളത്. അതിനെ എല്ലാവരും സ്വീകരിക്കുക, ഇങ്ങനെയാണ് തീരുമാനം. ഭൃഗുമഹർഷി സത്യലോകത്തിലെത്തി ബ്രഹ്മാവതന്റെ പത്നിയായ സരസ്വതിയുമായിട്ട് സന്തോഷമായിട്ട് കഴിയുകയാണ്. ഭൃഗുമഹർഷിനെ അത്ര ഒന്നും ഗവനിച്ചില്ല, ഒന്ന് ചിരിച്ചു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഗവനിച്ചില്ല. ഭൃഗുമഹർഷി വേഗം ദേഷ്യം വരുന്ന ഒരാളാണ്. മറ്റൊരു ദുർവാസാവിനെ പോലത്തെ അത്രയ്ക്ക് ദേഷ്യമുള്ള ഒരാളാണ്. ഭൃഗുമഹർഷി ബ്രഹ്മാവിനെ ശപിച്ചു. എന്നെ ഒരു അതിഥി എന്ന നിലയിൽ പൂജിക്കാത്ത ബ്രഹ്മദേവ, അങ്ങേ ആരും പൂജിക്കാതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നു. നേരെ കൈലാസത്തിലേക്ക് പോയി. അപ്പൊ അന്ന് തൊട്ടാണ് ബ്രഹ്മദേവന് പൂജയില്ല. ബ്രഹ്മാവിനെ നമ്മൾ ആരും പൂജിക്കാറില്ല. ഭൃഗുമഹർഷിയുടെ ശാപം കാരണമാണെന്നാണ് ഈ ഐതിഹ്യം. അദ്ദേഹം കൈലാസത്തിലെത്തിയപ്പോൾ ഭഗവാൻ ശ്രീപരമേശ്വരൻ
ശ്രീപാർവതിയുമായിട്ട് ആ ഭോഗാലസ്യത്തിൽ അങ്ങനെ കഴിയാണ്. ഭൃഗുമഹർഷീനെ അത്ര ഗൗനിച്ചില്ല. കാര്യം പത്നിയോടുകൂടി ഒരു ഭോഗാസക്തനായി ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ മഹർഷി വന്നത് ഭഗവാൻ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് വാതിലിൽ മുട്ടാണ്ട് കയറി വന്ന എന്താ എന്ന മട്ടിലാണ് ഭഗവാന്റെ ഒരു ഭാവം. വീണ്ടും ഭൃഗുമഹർഷി കോപാകുലനായി ഭഗവാനെ ശപിച്ചു. ഭഗവാൻ മഹാദേവനെ ശപിക്കുകയാണ്. അങ്ങേ രൂപത്തിൽ ആരും പൂജിക്കാതാവട്ടെ, ലിംഗം മാത്രമാണ് അങ്ങയുടെ പൂജാ ഉപാധി എന്നുള്ളൊരു ശാപം കൊടുത്തു. അന്നു മുതൽ ശിവലിംഗമാണ് എല്ലാവരും പൂജിച്ചു വരിക. വീണ്ടും അദ്ദേഹം വൈകുണ്ഠത്തിലെത്തി. കോപത്തോടു കൂടിയാണ് വരണത്. അപ്പോഴാണ് അവിടെ ഒരാൾ കിടന്നുറങ്ങുക. അനന്തനാവുന്ന മെത്തയിൽ ശ്രീമന്നാരായണൻ ഭഗവാൻ ശ്രീഹരി ഉറങ്ങുക. നല്ല ഉറക്ക. ഇത് കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം സഹിച്ചില്ല ഭൃഗുമഹർഷിക്ക്. അവിടെ ബ്രഹ്മലോകത്തൊന്ന് ചിരിക്കുമെങ്കിലും ചെയ്തു, കൈലാസത്തിലാണെങ്കിലും ഒന്ന് കണ്ടുവെന്ന് അടിച്ചു. ഇതിപ്പോ കണ്ടമട്ട് പോലുമില്ല, വെറുതെ കിടന്നുറങ്ങുക ഒരു മഹർഷി വന്നിട്ട്. കോപാക്രാന്തനായിട്ടുള്ള ഭൃഗുമഹർഷി ഭഗവാന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അപ്പോ ഭഗവാൻ ഞെട്ടിയുണർന്നു. മഹർഷിയുടെ പാദം പിടിച്ചിട്ട് ചോദിച്ചു, അല്ലയോ മഹർഷി, അങ്ങയുടെ പാദം വേദനിച്ചുവോ? എൻ്റെ ഈ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ആ പാദം ഇങ്ങനെ ഭഗവാൻ തടവി കൊടുത്തു. ഭൃഗുമഹർഷിയുടെ, എന്നോട് ക്ഷമിക്കണേ, അങ്ങയുടെ പാദം വേദനിച്ചുവെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എന്തൊക്കെയാ വിവരങ്ങൾ? ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് ആ അതിഥി പൂജ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് സന്തോഷമായി. ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ഈ യജ്ഞപുരുഷനായിരിക്കാൻ യോഗ്യൻ എന്ന് ഭൃഗുമഹർഷിക്ക് മനസ്സിലായി. അദ്ദേഹം അത് മറ്റു മഹർഷിമാരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആ യജ്ഞത്തില് യജ്ഞപുരുഷനായിട്ട് ഭഗവാൻ വിഷ്ണുവിനെ അവർ സ്വീകരിക്കുകയാണ്. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗത്ത് ഈ ഭൃഗുമഹർഷി മഹാവിഷ്ണുവിന്റെ നെഞ്ചത്ത് ആഞ്ഞ് ചവിട്ടുന്നത് കണ്ട് മഹാലക്ഷ്മിക്ക് അത്യന്തം കോപമുണ്ടായി. കാരണം ഒരു ഭാര്യയും തൻ്റെ ഭർത്താവിന്റെ നെഞ്ചത്ത് മറ്റൊരാൾ ചവിട്ടുന്നത് കണ്ടുകൊണ്ടു നിൽക്കില്ല. അതുകൊണ്ട് മഹാലക്ഷ്മിക്ക് വളരെ കോപമുണ്ടായി. മാത്രല്ല, ഭഗവാന്റെ വക്ഷസ്ഥലത്ത് മഹാലക്ഷ്മിയുടെ സ്ഥാനമാണ്. അവിടെയാണ് മഹാലക്ഷ്മി വസിക്കുന്നത്. അപ്പോ അവിടെയും കൂടിയാണ് ചവിട്ടിയത്. ഭഗവതി വളരെയധികം കോപിച്ച് ഭഗവാനോട് പറഞ്ഞു, എന്തെന്നൊക്കെയായി കാണിക്കുന്നത്? നെഞ്ചത്ത് ചവിട്ടിയ ഒരാളുടെ പാദപൂജ ചെയ്യുക, അദ്ദേഹം കേമനാന്ന് പറയുക, അദ്ദേഹത്തിന് അർഘ്യം ഒക്കെ പകർന്നു കൊടുത്ത് അദ്ദേഹത്തിന്റെ പാദപൂജ ചെയ്യുക, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ വൈകുണ്ഠത്ത് നിന്ന് പോവുകയാണ്, നിങ്ങളുടെ കൂടെ ഇനി താമസിക്കണില്ല എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി വൈകുണ്ഠത്തിൽ നിന്നും പുറപ്പെട്ടു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ദേഷ്യപ്പെടണ്ട, ഭൃഗുമഹർഷി അത്യന്തം യോഗ്യനായ ആളാണ്. അദ്ദേഹത്തിന്റെ പാദപൂജ ഞാൻ ചെയ്തതിലൂടെ, അദ്ദേഹം തപസ്സിലൂടെ ആർജിച്ച ആ പുണ്യമെല്ലാം എന്നിൽ വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പാദപൂജ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയെ സമാധാനിപ്പിക്കാൻ നോക്കും. പക്ഷേ ഭഗവതി അങ്ങനെയാണല്ലോ. ഭഗവതി കോപിച്ചാൽ പിന്നെ തണുക്കാൻ കുറച്ച് താമസമാണ്. ഭഗവതി നേരെ ഭൂമിയിലെത്തി. കോലാപുരം എന്ന സ്ഥലത്ത്, ഇന്നത്തെ കോലാപൂർ, അവിടെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഘോരമായ തപസ്സാണ് മഹാലക്ഷ്മിയുടെ. കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായി. വൈകുണ്ഠത്തില് ഐശ്വര്യങ്ങള് പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങി. ശിവനും ബ്രഹ്മാവും എല്ലാം കാര്യം അറിഞ്ഞു. മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് ഭഗവാനോട് പറഞ്ഞു. ഭഗവാനും തോന്നി, അയ്യോ, ലക്ഷ്മി ഇല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. അദ്ദേഹത്തിന് വിഷമായി, ഭാര്യയാണല്ലോ. എന്നാൽ ലക്ഷ്മി അന്വേഷിച്ച് ഭഗവാൻ പതുക്കെ ഭൂമിയിലേക്ക് വരികയാണ്. ഇത് കഥയുടെ ഒരു ഭാഗം. ഭഗവാൻ മഹാവിഷ്ണു ദേവിയെ അന്വേഷിച്ച് ആദ്യം വന്ന സ്ഥലം ശേഷാചലമാണ്. നമ്മുടെ ശ്രീശൈലം മുതൽ ഇന്നത്തെ തിരുപ്പതി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതമാണ് ശേഷാചലം. ആ ശേഷാചലം, അചലം എന്ന് വെച്ചാൽ പർവ്വതം, ശേഷ
ആദിശേഷൻ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം ആദിശേഷന്റെ ബന്ധം ആ മലയോടുള്ളത്. അതിനൊരു കഥയുണ്ട്. ഈ ചെറിയ ചെറിയ കഥകളൊക്കെ മനസ്സിലാക്കിയാലേ തിരുപ്പതി ഭഗവാന്റെ കഥ നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരിക്കല് വായുദേവനും ആദിശേഷനുമായിട്ട് ഒരു തർക്കം ഉണ്ടായി. ആരാണ് ഏറ്റവും അധികം ശക്തിശാലി? വായുദേവൻ പറഞ്ഞു ഞാനാണ് ശക്തിശാലി. ആദിശേഷൻ പറഞ്ഞു സാക്ഷാൽ ഭഗവാനെ വഹിക്കുന്ന ഭഗവാന്റെ കിടക്ക പോലെയുള്ള ആ ഭഗവാന് എന്റെ മടിയിലാണ് ഭഗവാൻ കിടക്കുന്നത്, എന്റെ മടിയിലാണ് ഇരിക്കുന്നത് സാക്ഷാൽ വൈകുണ്ഠനാഥൻ. അപ്പൊ എനിക്ക് തന്നെ ശക്തി. ആ ഭഗവാന്റെ ഭാരത്തെ ഞാൻ വഹിക്കുന്ന ആളാണ്. ഈ ഭൂമിയുടെ ഭാരത്തെ ഞാൻ വഹിക്കുന്ന ആളാണ്. ഞാനാണ് ശക്തൻ. തർക്കായി. നാരദ മഹർഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ തർക്കിക്കണ്ട. തർക്കം കുറച്ച് രൂക്ഷായി. ആനന്ദപർവ്വതം എന്നൊരു പർവ്വതം സ്വർഗത്തിലുണ്ട്. ആ ആനന്ദപർവ്വതം ഈ ഭഗവാൻ ആദിശേഷൻ സംഘർഷമുക്തി ചുറ്റി വരിക. വായുദേവൻ തന്റെ ശക്തി കൊണ്ട് ഈ പർവ്വതത്തെ ഒന്ന് അനക്കാൻ ശ്രമിക്കുക. പർവ്വതം അനങ്ങിയാൽ വായുദേവൻ വിജയിച്ചു. ഈ ആനന്ദപർവ്വതം അനങ്ങിയില്ല എങ്കിൽ ആദിശേഷൻ വിജയിച്ചു. ഇതാണ് വ്യവസ്ഥ. തന്റെ സർവശക്തിയും സമാഹരിച്ച് വായു ഭഗവാൻ കൊടുങ്കാറ്റായി ഈ പർവ്വതത്തെ ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തന്റെ ഭണം മുഴുവൻ വിടർത്തി പർവ്വതത്തെ ചുറ്റിവരിഞ്ഞ് ആദിശേഷൻ നിലകൊണ്ടു. വായു ഭഗവാന് ഈ പർവ്വതത്തെ അനക്കാൻ പറ്റുന്നില്ല. വായുവിന് മനസ്സിലായി തന്റെ ശക്തി ഇങ്ങനെ പല സ്ഥലങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആദിശേഷനെ തോൽപ്പിക്കാൻ പറ്റാത്തത്. വായു ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ എല്ലാ ശക്തിയും കൂടി സമാഹരിച്ചു. ഭൂമിയോ അല്ലെ മറ്റു ലോകങ്ങളിലോ എല്ലാം ഉള്ള വായുവിനെ മുഴുവൻ വായു ഭഗവാൻ സമാഹരിച്ചു. അപ്പൊ എന്തു പറ്റി? ഒരിടത്തും വായു ഇല്ലാതായി. ജീവജാലങ്ങള് മരണമടയാൻ തുടങ്ങി. അങ്ങനെ സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് വായുദേവന് വീണ്ടും കൊടുങ്കാറ്റായി ഈ പർവ്വതത്തെ ചലിപ്പിക്കാൻ വേണ്ടി പോവാണ്. ദേവന്മാർക്കൊക്കെ അപകടം മനസ്സിലായി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഈ ലോകം മുഴുവനും ജീവജാലങ്ങൾ ഇല്ലാതെയായി പോകും. വായു ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവര് ആദിശേഷനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങ് ഇങ്ങനെ വാശി പിടിക്കരുത്. അങ്ങ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ലോകനന്മയ്ക്കായിട്ട് ഒന്ന് തോറ്റു കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് അയച്ചു കൊടുക്കണം ഈ പർവ്വതത്തിലുള്ള ആ ചുറ്റല് എന്ന് പറഞ്ഞു. അപ്പോൾ വായുദേവൻ ഇതിൽ നിന്ന് അനക്കാൻ പറ്റും. ആദിശേഷന് കാര്യം മനസ്സിലായി. അവരൊക്കെ മഹാവിഷ്ണുവിന്റെ ആഗ്രഹവും അത് തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പതുക്കെ താൻ ചുറ്റിവരിഞ്ഞിരിക്കുന്ന ആ ആനന്ദപർവ്വതത്തെ ഒന്ന് ചെറുതായിട്ട് ആ ചുറ്റിലൊന്ന് അഴിച്ചു കൊടുത്തു. അതേ സമയത്ത് വായുദേവൻ സർവശക്തിയും സമാഹരിച്ച് ഈ ആനന്ദപർവ്വതത്തെ അവിടുന്ന് തെറിപ്പിക്കുകയാണ്. ആനന്ദപർവ്വതം വന്നു വീണ സ്ഥലമാണ് ശേഷാദ്രി. ഈ ശ്രീശൈലം മുതൽ തിരുപ്പതി വരെ പടർന്നു കിടക്കുന്ന ആ ശേഷശൈലം ആ മലയാണ്. അതുകൊണ്ടാണ് അത് ശേഷശൈലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വായുദേവൻ വിജയിച്ചു. വായു എല്ലായിടത്തും വീണ്ടും പരന്നു. ജീവജാലങ്ങൾക്കെല്ലാം വീണ്ടും ജീവിക്കാം എന്നുള്ള അവസ്ഥയായി. എന്നാലും ഈ ശേഷദേവൻ ചെയ്ത ആ ഒരു വലിയ ലോകനന്മയ്ക്കായി ചെയ്ത ആ ഒരു ത്യാഗം, ആ ത്യാഗത്തെ മുൻനിർത്തി ആ പർവ്വതം ശേഷാചലം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ പർവ്വതം അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ പർവ്വതത്തിന് ഒരു അധിപതിയുണ്ട്. ആ അധിപതി സാക്ഷാൽ വരാഹസ്വാമിയാണ്. ഭഗവാന്റെ വരാഹ അവതാരം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വരാഹസ്വാമിയാണ് ഈ ശേഷാചലത്തിന്റെ അധിപതി. അങ്ങനെയുള്ള ഈ ശേഷാചലത്തിലേക്കാണ് വൈകുണ്ഠം വിട്ട് ഭഗവാൻ ലക്ഷ്മി ദേവി അന്വേഷിച്ച് വന്നത്. അങ്ങനെ അവിടെ വന്നു ഭഗവാനും തപസ്സാരംഭിച്ചു. ദേവന്മാരെല്ലാം വന്നു. ഭഗവാനെ അങ്ങനെ തപസ്സിൽ നിന്ന് ഉണർത്തണം എന്നുള്ളൊരു തീരുമാനമായി. അവിടെ ലക്ഷ്മി ദേവിയുടെ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു. കോലാപ്പൂരിലെ ദേവി അവിടെ ഒരു പശുവിന്റെ രൂപത്തിൽ വന്നു. ആ പശു എന്നും ഈ ഭഗവാൻ തപസ് ചെയ്യുന്ന അതൊരു ഒരു ഒച്ചതൽപ്പിറ്റ് പോലെയായി.
അവിടെ ഒന്ന് പാല് ചെറുത്തുക, അങ്ങനെയൊക്കെ പതിവായി. അത് ചോള രാജാവിന്റെ പശുവാണെന്നൊക്കെയാണ് കഥ. കഥയുടെ വലിയ വിശാലമായ കഥയാണ്. വെങ്കടേശ കല്യാണം എന്നുള്ള ആ ഗ്രന്ഥത്തിലാണ് ഈ ഭഗവാന്റെ കഥ പറയുന്നത്. അപ്പോൾ അപ്പൊ ഇങ്ങനെ പാല് കറക്കാൻ പറ്റണില്ല. അപ്പൊ ഈ ഇടയൻ രാജാവ് ശ്രദ്ധിച്ചു. ഇടയനോട് പറഞ്ഞു, എന്താ പശുവിന് പാലില്ലല്ലോ. അപ്പൊ ഇടയൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അയാൾ നോക്കിയിരുന്നപ്പോൾ ഈ പശു പോയിട്ട് ഈ ചെതൽപ്പുറ്റിലാണ് പാല് ചെലുത്തുന്നത്. അയാളൊരു വലിയ വടിയെടുത്ത് ഈ പശുവിനിട്ട് അടിച്ചു, ഈ ചെതൽപ്പുറ്റിനിട്ടും അടിച്ചു. അപ്പോ പശുവിന് വേദന എടുത്തു. ഭഗവാൻ തപസ് ചെയ്യണ ചെതൽപ്പറ്റില്ല, ഭഗവാനും അവിടെ വേദന എടുത്തു. ഭഗവാന്റെ ശിരസ് ഒന്ന് പൊട്ടി ചോര വാർന്നൊഴുകി, ഒരു ഭാഗത്ത് തലമുടി പോയി. ഭഗവാൻ ഈ ഇടയനെയും രാജാവിനെയൊക്കെ ശപിച്ചു, പശുവിനെ രക്ഷപ്പെടുത്തി. അതൊരു കഥാതന്തു. ആ സമയത്താണ് ഗന്ധർവ രാജകുമാരി ആ വഴി വരുന്നത്. ആ ഗന്ധർവ രാജകുമാരി നീല എന്നാണ് അവരുടെ പേര്. നീല എന്നുള്ള രാജകുമാരി ഭഗവാൻ, ഇത്ര സുന്ദരനായിട്ടുള്ള ഭഗവാന്റെ മുടി ഇങ്ങനെ പോയിരിക്കുന്നത് കണ്ടിട്ട് ഈ ശ്രീ നീല വളരെ, ഗന്ധർവ രാജകുമാരി വളരെ സുന്ദരിയാണ്. അവർ തൻ്റെ മുടി മുറിച്ച് ഭഗവാൻ കൊടുത്തു. അയ്യോ, ഈ ഭഗവാനെ ഈ മുറിവിൽ ഈ മുടി വെച്ചോളൂ, ഈ മുടി അങ്ങേക്ക് മുടിയില്ലാതെ അങ്ങ് ഇരിക്കണ്ട, അങ്ങയുടെ കേശം, അങ്ങയുടെ ഏറ്റവും വലിയ സുന്ദരനായ അങ്ങേക്ക് ഈ കേശം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഈ നീല എന്ന ഗന്ധർവ രാജകുമാരി തൻ്റെ മുടി മുറിച്ചു കൊടുത്തു. ഭഗവാൻ അതവിടെ സ്വീകരിച്ചു, നീലയെ അനുഗ്രഹിച്ചു. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും അവരുടെ സൗന്ദര്യ ലക്ഷണമായിട്ട് കരുതുന്നതും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നതൊക്കെ കേശമാണ്, കേശഭാരമാണല്ലോ, മുടിയാണ്. അതുപോലും തൻ്റെ സൗന്ദര്യത്തെ പോലും ത്യജിച്ചുകൊണ്ട് ഈ നീല എന്ന ഗന്ധർവകുമാരി തൻ്റെ കേശം കൊടുത്തപ്പോൾ ഇതിവിടുത്തെ എൻ്റെ അടുത്തൊരു പ്രധാന വഴിപാടായിട്ട് ഇത് മാറും എന്ന് പറഞ്ഞ് ആ വഴിപാടിലൂടെ നീ എന്നും നിലനിൽക്കും, നിന്റെ ഓർമ്മ എന്നും നിലനിൽക്കുന്നു. ഭഗവാൻ ഈ നീല എന്ന ഗന്ധർവ കുമാരിയെ അനുഗ്രഹിച്ചു. അതാണ് തിരുപ്പതിയിൽ പോയാൽ നമ്മൾ മുടി ദാനം ചെയ്യണത്. മറ്റൊരു ഐതിഹ്യമോ അങ്ങനെ നമുക്ക് പറയാൻ വയ്യ. എന്നാലും ഇപ്പോഴും വെങ്കടേശ സ്വാമിയുടെ മൂലബിംബത്തിൽ മുടി വളരുന്നു എന്നാണ് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 10 മിറാക്കിൾസ് എന്ന് പറഞ്ഞിട്ട്, 10 മിറാക്കിൾസ് ഇൻ തിരുപ്പതി എന്ന് പറഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അതിൽ ഇത് പറയുന്നുണ്ട്, മുടി വളരുന്നുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. കാര്യം തിരുപ്പതിയിലെ പല കാര്യങ്ങളും രഹസ്യമാണ്, രഹസ്യവും അതിരഹസ്യവുമാണ്. അത് പുറത്തേക്കൊന്നും അവർ പറയില്ല. എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ മുടി വളരുന്ന കാര്യം പറയുന്നുണ്ട്. ഇത് കഥയുടെ മറ്റൊരു തലം. ഇനി വേറൊരു തലം. ഇനി നമ്മൾ കഥയിലേക്ക്, ശ്രീനിവാസ കഥയിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഭഗവാൻ ഈ വരാഹസ്വാമിയോട് കാര്യമൊക്കെ പറഞ്ഞു. ലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ടു പോകുന്നു, ഞാൻ ലക്ഷ്മി ദേവി അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്, എനിക്ക് താമസിക്കാൻ സ്ഥലം വേണം. വരാഹസ്വാമി ആ സ്ഥലമൊക്കെ സന്തോഷപൂർവ്വം കൊടുത്തു. ഭഗവാനെ എന്നോട് യാചിക്കേണ്ട, ഞാൻ ഭഗവാന്റെ ഒരു അംശം മാത്രം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരാഹമൂർത്തി ഭഗവാനെ അവിടെ വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉടമസ്ഥാവകാശവും കൊടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വരാഹസ്വാമിയുടെ പൂജയ്ക്കായിട്ട് അവിടെ പൂക്കളൊരുക്കുക, അവിടെയുള്ള കാര്യങ്ങൾ, ഇതൊരു കാടായിരുന്നല്ലോ, മഹാവനമായിരുന്നു. അപ്പോൾ ഈ വരാഹസ്വാമിയുടെ പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വകുളാദേവി, പേര് ഓർക്കണം, വകുളാദേവി എന്ന ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും വരാഹമൂർത്തിയുടെ പൂജ അവരാ ചെയ്തിരുന്നത്. പൂജാസാധന സാമഗ്രികളൊക്കെ അവരെ സമാഹരിച്ച് ഭഗവാനെ പൂജ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഈ ശ്രീനിവാസനെ വകുളാദേവി കാണുകയാണ്. ഈ ഭഗവാനായ ഈ ആ ചെതൽപ്പുറ്റിൽ നിന്നും പുറത്തു വന്ന ശ്രീനിവാസൻ ആയ മഹാവിഷ്ണുവിനെ വകുളാദേവി കാണും. അപ്പോൾ വകുളാദേവിക്ക് മക്കളൊന്നുമില്ല, ഒറ്റയ്ക്കാണ് ഇങ്ങനെ താമസിക്കുക. ഈ വരാഹസ്വാമി ഉപാസിച്ചും സേവിച്ചും ഇങ്ങനെ കഴിഞ്ഞു പോരുന്നു. ചോദിക്കും, നീ ആരാ കുഞ്ഞെ, എന്താ നിന്നെ കണ്ടിട്ട് വല്ലാത്തൊരു വാത്സല്യം എനിക്ക് തോന്നുന്നു, ആരാ നിന്റെ കൂടെയുള്ളത്, എവിടെയാ നീ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഭഗവാൻ ശ്രീനിവാസൻ പറയും, അമ്മ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാനും ആരുമില്ല, ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ വകുളാദേവി പറയും, മകനെ എനിക്കും ആരുമില്ല, നീ എൻ്റെ കൂടെ താമസിച്ചോളൂ, എൻ്റെ കൊച്ചു കുടില് നീ താമസിച്ചോളൂ, നിനക്ക് വേണ്ട നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിത്തരാം, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാം, നിനക്ക്
ഫലമൂലാദികൾ പറിച്ചു തരാം, ഒക്കെ ഞാൻ ചെയ്യാം എന്ന് പറയാം. അങ്ങനെ ബഹുളാദേവിയുടെ കൂടെ ശ്രീനിവാസൻ അവിടെ താമസം. കഥയുടെ ഒരു ഭാഗം. അപ്പൊ അപ്പുറത്തെ മഹാലക്ഷ്മി കോലാപുരിയില് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭഗവാൻ അറിയുന്നില്ല ഭഗവതി അവിടെ ഉണ്ടെന്ന്, ഭഗവതിക്കും അറിയില്ല ഭഗവാൻ ശേഷശൈലത്തില് എത്തിയിട്ടുണ്ടെന്ന്. ഇത് രണ്ടുപേരും അറിയുന്നില്ല. ആ തപസ്സില് മുഴുകി ഇരിക്കുകയാണ്. അപ്പോ ഒരു ദിവസം ഈ ശ്രീനിവാസ സ്വാമി ഒരു പെൺകുട്ടിയെ കാണുക. ആ പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടി വനത്തിൽ അങ്ങനെ കളിച്ചു നടക്കുകയാണ്. യുവതിയാണ്, യുവതിയായ പെൺകുട്ടിയാണ്, കുട്ടിയല്ല, യുവതിയാണ്. ശ്രീനിവാസന് ആ പെൺകുട്ടിയോട് വല്ലാത്ത സ്നേഹം, അതായത് വല്ലാത്ത പ്രണയം. ശ്രീനിവാസനായ ഭഗവാൻ സാക്ഷാൽ ശ്രീമൻ നാരായണന് ആ പെൺകുട്ടിയോട് പ്രണയം, പത്മാവതിയോട് പ്രണയം, വല്ലാത്ത പ്രേമം കലശലായി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. പത്മാവതിക്ക് ഉറക്കമില്ല, ശ്രീനിവാസന് ഉറക്കമില്ല. അപ്പോ ഈ ബഹുളാദേവി ശ്രീനിവാസനോട് ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ നിനക്ക്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണം, എന്ത് പറ്റി? ഭഗവാൻ പറയും, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു, ആ പെൺകുട്ടിയിൽ ഞാൻ അനുരാഗ പരവശനാണ്, എനിക്ക് അതിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ പത്മാവതിയുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഭഗവാനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം പത്മാവതിയിലും ഉണ്ടായി. പത്മാവതിയുടെ അച്ഛൻ രാജാവാണ്, ആകാശ രാജാവ് എന്നാണ് ആകാശ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമ്മ വസുധര എന്നാണ് അമ്മയുടെ പേര്. ഈ പത്മാവതിയെ ഈ ആകാശ രാജാവിന് മകളായി കിട്ടിയതിലും ഒരു കഥയുണ്ട്. നമ്മുടെ സീതാദേവിയെ സ്ഥലം ഒഴുതുകൊണ്ടിരുന്നപ്പോ ജനക മഹാരാജാവിന് ലഭിച്ചു എന്നതുപോലെ തന്നെ ആണ് ഈ ആകാശ രാജാവിന്റെയും കഥ. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അദ്ദേഹം ശുക്രമഹർഷിയോട് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞു. ശുക്രമഹർഷി അദ്ദേഹത്തോട് പുത്രകാമേഷ്ടി യാഗം നടത്താൻ പറഞ്ഞു. പുത്രകാമേഷ്ടി യാഗം നടത്തുന്ന ആ ഭൂമി ഉഴുത് മറിച്ച് അത് ഭൂശുദ്ധി ചെയ്യണം. ഹോമാദി കാര്യങ്ങൾക്ക് ഭൂശുദ്ധി പ്രധാനമാകുക. ആ ഭൂശുദ്ധിയുടെ പ്രക്രിയയായിട്ട് ഈ ഭൂമി ഉഴുതുമറിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വർണ്ണ പെട്ടി കിട്ടി. ആ സ്വർണ്ണപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സ്വർണ്ണത്താമര, ആ സ്വർണ്ണത്താമരയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി. ആ ശരീരം ഉണ്ടായി. രാജാവേ, ഇതിനെ മകളെ പോലെ കരുതി കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തു, അങ്ങേക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ള ആ ശരീരം ഉണ്ടായി. ആ കുട്ടിയാണ് പത്മാവതി. അപ്പോ എന്തായാലും ശ്രീനിവാസൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബഹുളാദേവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ബഹുളാദേവി രാജാവിനോട് ചെന്ന് പറഞ്ഞു. ശ്രീനിവാസന്റെ പ്രത്യേകതകളൊക്കെ തന്നെ ബഹുളാദേവി പറഞ്ഞു. അദ്ദേഹം ഒരു ഈശ്വര സദൃശനായ മനുഷ്യനാണ്. അങ്ങയുടെ മകളെ വിവാഹം വെച്ചു കൊടുത്താൽ അത് ലോകത്തിന് മംഗളായിരിക്കും എന്നൊക്കെ ബഹുളാദേവി പറഞ്ഞു. ബഹുളാദേവിയുടെ ആ ഭാഷ കേട്ടപ്പോൾ തന്നെ ആകാശ രാജാവിന് വളരെ സന്തോഷമായി. ശരി, ഞാൻ കല്യാണം വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കല്യാണത്തിന് തീരുമാനങ്ങളൊക്കെ ആയി കല്യാണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ സ്ത്രീധനം പോലെയല്ല, പഴയ കാലത്ത് ഇങ്ങോട്ടാണ് കന്യാധനമായിട്ട് കൊടുക്കേണ്ടത്. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ധനം കൊടുക്കണം. ആ ധനവുമായിട്ട് വന്നോളൂ എന്ന് ആകാശ രാജാവ് പറഞ്ഞു. ഇത് ബഹുളാദേവി ശ്രീനിവാസനോട് പറഞ്ഞു. അപ്പോഴാണ് ശ്രീനിവാസൻ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യും? 5 പൈസ കയ്യിലില്ല. കാരണം ലക്ഷ്മി ദേവി കൂടെ ഇല്ല. ഭഗവാൻ ആണയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്മി ദേവി പോയപ്പോ ഇദ്ദേഹം ദരിദ്രനായി, കാട്ടില് ഒരു വേടനായിട്ട് ജീവിക്കുക. എവിടെ പോയിട്ട് ഈ കന്യാധനം ഉണ്ടാക്കുക? അദ്ദേഹം നാരദരെ സ്മരിക്കും. ഭഗവാൻ നാരദനെ വിചാരിച്ച മാത്രയില് ശ്രീ നാരദ മഹർഷി അവിടെ വരികയാണ്. അപ്പൊ നാരദ മഹർഷി ഒന്ന് ഭഗവാനോട് അപ്പോ ദാരിദ്ര്യമൊക്കെ ആയില്ലേ, ലക്ഷ്മി ദേവിയുടെ കൂടെ ഇങ്ങനെ സുഖമായിട്ട് താമസിക്കുമ്പോൾ ഈ ലോകത്തുള്ള ദരിദ്രന്മാരെ ഒന്നും അങ്ങ് ഓർത്തോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു ഒരു ചെറിയ കളിയാക്കലൊക്കെ അദ്ദേഹത്തിൻ്റെതായ സ്വഭാവത്തിൽ ചെയ്തു.
അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മഹർഷി എന്നെ ഇങ്ങനെയൊന്നും ഇപ്പോൾ കുഴപ്പത്തിലാക്കല്ലേ, എനിക്ക് പത്മാവതിയെ വിവാഹം കഴിക്കണം, അതിന് കന്യാധനായിട്ട് പണം കൊടുക്കണം, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. സാരയില്ല, നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് നാരദ മഹർഷി കുബേരനോട് കാര്യം പറഞ്ഞു. കുബേരൻ സമ്മതിച്ചു, ഞാൻ പൈസ കൊടുക്കാം, കല്യാണത്തിനും ഈ കന്യാധനത്തിനുമുള്ള പൈസ കൊടുക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് പലിശ തരണം. പലിശ തരാം. അതും സമ്മതിച്ചു. അങ്ങനെ 1,14,00,000 സ്വർണ്ണ നാണയം കുബേരൻ ശ്രീനിവാസ ഭഗവാന് കടായിട്ട് കൊടുക്കുക. ഒരു എഗ്രിമെന്റും ഉണ്ടാക്കിയെന്ന് പറയാം, ഒരു പത്രിക. അതിൽ സാക്ഷികളായിട്ട് ശിവനും ബ്രഹ്മാവും പൈസ തിരിച്ചു കൊടുത്തോളാം എന്നുള്ള വ്യവസ്ഥ. കന്യാധനം കൊണ്ടു കൊടുത്തു. കല്യാണത്തിന്റെ ആഘോഷങ്ങളായി. ഭഗവാന്റെ കല്യാണമാണ്, 3 ലോകത്തും ക്ഷണം പോണം. എല്ലാ ദേവന്മാരെയും ഗന്ധർവന്മാരെയും വിദ്യാധരന്മാരെയും അപ്സരസുകളൊക്കെ ക്ഷണിക്കണം. ഭഗവാൻ ഇപ്പം എന്താ ചെയ്യുക, ആകെ ബഹുളാദേവി എന്നുള്ള അമ്മ മാത്രമേ കൂടെ ഉള്ളൂ. മനസ്സുകൊണ്ട് അദ്ദേഹം ഗരുഡ ഭഗവാനെ സ്മരിക്കും. ഗരുഡൻ വരും. ഗരുഡനോട് പറയും, എൻ്റെ ഈ കല്യാണക്കുറി എല്ലായിടത്തും കൊണ്ട് കൊടുത്ത് നീ തന്നെ ക്ഷണിച്ചോളൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ശേഷാചലത്തിന് ഗരുഡൻ വന്നുകൊണ്ട് ഗരുഡാദ്രി എന്നൊരു പേരും കൂടി ഉണ്ടായി. വെങ്കടേശ ഭഗവാൻ വന്നുകൊണ്ട് വെങ്കടാദ്രി, 7 പേരാണുള്ളത്. അതിൽ ഗരുഡാദ്രി എന്നുള്ള പേര് വന്നു. ഗരുഡൻ പോയി എല്ലാവരെയും ക്ഷണിച്ചു. കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു. വെങ്കടേശ കല്യാണം ഇന്നും തിരുപ്പതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഭഗവാന്റെ കല്യാണമാണ്. ഒക്കെ ഗംഭീരമായിട്ട് നടന്നു. എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴാണ് നാരദരെ അടുത്ത വേല ഒപ്പിച്ചു. മഹാലക്ഷ്മി അവിടെ കോലാപുരത്ത് അവിടെ നിന്നിട്ട് തപസ് ചെയ്യാം. വിളിച്ച് തോണ്ടി എണീപ്പിച്ചു. ഇവിടെ നിന്ന് തപസ്സൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ മധുവിധു ആഘോഷിച്ചു തുടങ്ങി ഭഗവാൻ. ആര്? മഹാവിഷ്ണു. ദേവിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെ ചോദിച്ചു. ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞു. ഭഗവതി അങ്ങോട്ട് ഓടി. അതെന്തായാലും ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ അത് സമ്മതിക്കില്ലല്ലോ. മഹാലക്ഷ്മി ഓടി അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ ഈ പത്മാവതിയുടെ കൂടെ ശയ്യയിൽ അങ്ങനെ ഇരിക്കുകയാണ്. പത്മാവതിയുടെ മടിയിൽ തലയും വെച്ച് പത്മാവതി കൊടുക്കുന്ന പാനീയങ്ങളും ഫലമൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ മഹാലക്ഷ്മിക്ക് വല്ലാത്ത കോപവും സങ്കടവും ഒക്കെ വന്നു. പത്മാവതി ചോദിച്ചു, നീ ആരാ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ? ഇതെൻ്റെ ഭർത്താവാ. ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നീ ഇങ്ങനെ താമസിക്കുന്നത് ശരിയാണോ? വല്ലാത്ത ദേഷ്യം. പത്മാവതി വിട്ടുകൊടുത്തില്ല. പത്മാവതി പറഞ്ഞു, എൻ്റെ ഭർത്താവാണത്, ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഇദ്ദേഹം കെട്ടിക്കണ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നു, നോക്കൂ. പത്മാവതി താലി കാണിച്ചു കൊടുത്തു മഹാലക്ഷ്മിനെ. മഹാലക്ഷ്മി നോക്കിയപ്പോ താലി അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ആരെയാ ചോദിക്കേണ്ട? ഭഗവാനെ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? ഒറ്റ ചോദ്യമാണ്. ഭഗവാൻ മറുപടി പറയുന്നില്ല. പത്മാവതിയും ചോദിച്ചു, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതാണോ? ഈ സ്ത്രീ ആരാ? നിങ്ങളുടെ ഭാര്യ എന്ന് അവർ പറയുന്നു. ഭാര്യ അല്ലാത്തൊരവസ്ഥയിൽ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പത്മാവതി എൻ്റെ ഭാര്യയാണ്, ഞാൻ വിവാഹം കഴിച്ചതാണ് എന്ന് മഹാലക്ഷ്മിയോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദേവി ദേഷ്യപ്പെടല്ലേ, ഇങ്ങനെ കോപം വരണ്ട, ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഈ കഥയുടെ എല്ലാം ഈ പ്രധാനമായ കഥാഭാഗം ഈ വെങ്കടേശ ഭഗവാൻ ശ്രീനിവാസ സ്വാമി മഹാലക്ഷ്മിയോട് പറയാം. കാരണം ഈ വകുളാദേവി പൂർവജന്മത്തില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒറ്റമ്മയായ യശോദാദേവിയായിരുന്നു. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിവാഹത്തിനൊന്നും 8 വിവാഹമായിട്ട് തന്നെ ഭഗവാൻ കഴിച്ചിട്ടുണ്ട്. രുക്മിണി, ജാംബവതി, സത്യഭാമ, അങ്ങനെ 8 പത്നിമാര് പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ആ വിവാഹത്തിലൊന്നും തന്നെ ഈ ദേവിക്ക്, യശോദാദേവിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യശോദാദേവി ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് പരാതി പറഞ്ഞു, എനിക്ക് കല്യാണത്തിന് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്റെ കല്യാണം നടത്തിത്തരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ യശോദാദേവിയോട് പറയും, അമ്മ വിഷമിക്കണ്ട, അടുത്ത ജന്മത്തിൽ എൻ്റെ കല്യാണം അമ്മ നടത്തിത്തരും എന്ന് പറയും. കലിയുഗത്തിൽ അമ്മ വീണ്ടും ജനിക്കും, ഞാനും ജനിക്കും, അപ്പോൾ എൻ്റെ കല്യാണം അമ്മ നടത്തിത്തരും.
ആ യശോദാദേവിയാണ് ബഹുളാദേവി. ഈ ജന്മത്തിൽ ബഹുളാദേവിയാണ് ഭഗവാന്റെ കല്യാണം നടത്തിയത്. ബഹുളാദേവി ഇല്ലാതെ ആരുമില്ല ശ്രീനിവാസന്റെ കല്യാണം നടത്താൻ. ഈ പുരുഷന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആണിന്റെ ഭാഗത്തുനിന്ന് കല്യാണത്തിനായിട്ട് വന്നത് ബഹുളാദേവി മാത്രമേ ഉള്ളൂ. ആകാശരാജന് ഒരുപാട് ആൾക്കാരുണ്ട്. ശ്രീനിവാസന ബന്ധുവായിട്ട് ബഹുളാദേവി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയാണ് വിവാഹം നടത്തി കൊടുത്തത്. അപ്പോൾ യശോദാദേവിയുടെ ആഗ്രഹം ഞാൻ സഫലമാക്കി കൊടുത്തു. ഞാൻ അന്ന് കൊടുത്ത ദ്വാപരയുഗത്തില് ഞാൻ യശോദ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. അത് പാലിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പത്മാവതി വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞു. ഇനി പത്മാവതി ആരാണ് അല്ലേ? നമുക്കറിയാം ഭഗവാന് രണ്ട് പത്നിമാരാണ്, ഭൂദേവിയും ശ്രീദേവിയും. ഇപ്പൊ മൂന്നാമതൊരു പത്നി കൂടി വന്നേക്കുന്നു, പത്മാവതി. ഈ പത്മാവതി ആരാണ്? ഇതറിയാൻ മഹാലക്ഷ്മിക്ക് താല്പര്യമായി. കാര്യം ഭഗവാനാണ്, അങ്ങനെ വെറുതെ ഒന്നും ഒരു പെണ്ണിന്റെ കൂടെ പോണ ആളൊന്നും അല്ല എന്ന് ഭഗവതിക്ക് നന്നായിട്ടറിയാം. ദേഷ്യമൊക്കെ ഒന്ന് ശമിച്ചു കഴിഞ്ഞപ്പോൾ വിവേകം വന്നു. വികാരം അസ്തമിക്കുമ്പോൾ വിവേകം വരും. പത്മാവതി ആരാണെന്ന് ചോദിക്കുകയാണ്. വീണ്ടും ത്രേതായുഗത്തിലേക്ക് പോവുകയാണ് കഥ. ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ അവതാര സമയത്ത് വേദവതി എന്ന ഒരു മുനികുമാരിക ശ്രീരാമനെ ഭർത്താവായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തപസ് ചെയ്യുക. ഘോരമായ തപസ്സാണ് ചെയ്തത് വേദവതി. ആ സമയത്ത് രാവണൻ ആ വഴി വരുമ്പോൾ ഈ വേദവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി രാവണനെ കല്യാണം കഴിക്കണം എന്ന് വേദവതിയോട് പറയുണ്ടായി. വേദവതി സമ്മതിച്ചില്ല. വേദവതി പറഞ്ഞു, ഞാൻ രാമനെ മനസ്സാ വരിച്ചു കഴിഞ്ഞു, രാമനാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാവണൻ ബലം പ്രയോഗിച്ച് വേദവതിയെ പ്രാപിച്ചു എന്നും വേദവതി സ്വന്തം തപശക്തിയാൽ അഗ്നിജ്വാലയിൽ സ്വയം ദഹിച്ചു നീറി ചാരമായി മാറി എന്നുമാണ് കഥ. ആ വേദവതിയാണ് രാവണനെ ശപിക്കുന്നത്. ഒരു സ്ത്രീ കാരണം നീ മരിക്കും, നിന്റെ കുലവും മുടിയും എന്നുള്ള ശാപം ആ വേദവതിയാണ് കൊടുത്തത്. ആ വേദവതിയുടെ തപസ്സിന്റെ ഫലം കൊടുക്കാതെ പറ്റില്ല. ശ്രീരാമാവതാര സമയത്ത് ശ്രീരാമൻ ഏക പത്നി വ്രതനാണ്. ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അവതാരത്തിന് അങ്ങനെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്ന് വേദവതിയെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. പക്ഷെ വേദവതിയുടെ തപസ്സിന്റെ ഫലം കൊടുത്തേ സാധിക്കും. അതുകൊണ്ട് ഈ ജന്മത്തിൽ ആ വേദവതിയാണ് പത്മാവതിയായി ഈ ആകാശരാജാവിന്റെ മകളായി ജനിച്ചത്. ആ വേദവതിയെ വിവാഹം കഴിച്ച് ആ വേദവതിയുടെ തപസ്സിന്റെ ഫലവും ഭഗവാൻ കൊടുത്തു. ഈ കഥ കേട്ടപ്പോ ലക്ഷ്മി ദേവിക്ക് വളരെ സന്തോഷമായി. ഭഗവതി വീണ്ടും തന്റെ ദിവ്യരൂപം കൊണ്ട് ഭഗവാന്റെ ഹൃദയത്തിലേക്ക്, ആ വക്ഷസ്ഥലത്തേക്ക് വീണ്ടും ആ വക്ഷസ്ഥലത്തേക്ക് പോയി അവിടെ അദ്ദേഹത്തിന്റെ ആഭരണമായിരുന്നു. ഇടതുഭാഗത്ത് ആണ് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം. ആ ഇടത് ഭാഗത്ത് ഭഗവാന്റെ നെഞ്ചിൽ ലക്ഷ്മി ദേവിയും വലതുഭാഗത്ത് ഭൂദേവിയും ഭഗവാനിൽ വിലയം പ്രാപിച്ചു. അവിടെ പത്മാവതി കുറച്ച് അകലെ തിരുച്ചാനൂർ എന്ന സ്ഥലത്ത് പത്മാവതി ദേവി കുടികൊള്ളുന്നു. ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളും എന്നാണ്. ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പത്മാവതിയെ കാണാൻ ഭഗവാൻ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തിരുപ്പതി പോയി തൊഴുന്ന എല്ലാവരും തന്നെ പത്മാവതി ദേവിയെയും തൊഴണം. ഇതാണ് തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രമാണ്. ഭഗവാൻ ഇരിക്കുന്ന ശ്രീകോവിലിന്റെ ആ പേര് തന്നെ ആനന്ദ നിലയം എന്നാണ്. ആ ആനന്ദ നിലയത്തിൽ ആനന്ദരൂപത്തിൽ ആനന്ദപ്രദായകനായി ഭഗവാൻ അവിടെ വാണരുളുന്നു. കാമിതാർത്ഥപ്രദായിനെ, എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം ഭഗവാൻ നടത്തിത്തരും. പലരും വിചാരിക്കും തിരുപ്പതി ധനം കുറെ, ഭഗവാനെ ഭജിച്ചാൽ ധനം കുറെ ലഭിക്കും. ശരിയാണ്, ഭഗവാൻ ധനം തരും. അത് ആദ്യത്തെ കഥയിൽ പറഞ്ഞുള്ളൂ. ഭഗവാൻ കുബേരന് പലിശ കൊടുക്കണം, പണം കൊടുക്കണം. പണം ആവശ്യമാണ്. ഇപ്പൊ ലക്ഷ്മി ദേവിയുടെ ഭഗവാൻ പറയുന്നുണ്ട്, അത് പ്രധാന ഒരു കാര്യമാണ്. ദേവി ഇവിടെ തന്നെ കുടികൊള്ളണം, എൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കണം, അപ്പൊ അവർക്ക് ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ അവരപ്പോൾ കൂടുതൽ പണം എനിക്ക് കൊണ്ട് തരും. ആ പണം കൊണ്ട് ഞാൻ കുബേരന്റെ കടം വെട്ടിക്കൊള്ളാം എന്ന്
പറഞ്ഞിട്ടാണ് ലക്ഷ്മി ദേവി അവിടെ നിൽക്കുന്നത്. അപ്പോൾ ധനം ഭഗവാൻ തരും. ധനം മാത്രമല്ല, എന്താഗ്രഹിച്ചാലും ശ്രീനിവാസദേവൻ തരും. കാരണം ഭൂലോകത്തിലെ അത് പറയും, വെങ്കടാദ്രി സമം സ്ഥാനം ബ്രഹ്മാണ്ടേ ന ഭവിഷ്യതി കിഞ്ചന. ഈ ബ്രഹ്മാണ്ടത്തിൽ വെങ്കടാദ്രിക്ക് സമാനമായൊരു സ്ഥലം ഇല്ല. വെങ്കടേശ സമോദേവോ, വെങ്കടേശന് സമനായ ഒരു ദേവൻ ന ഭൂതോ ന ഭവിഷ്യതി. ഇനി പഴയ കാലത്ത് ന ഭൂതോ, ഭൂതകാലത്തിൽ ഉണ്ടായിട്ടില്ല, ന ഭവിഷ്യതി, ഇനി വരും കാലത്തും ഉണ്ടാവില്ല. ഉറക്കെ പറയാം. അത്ര ഐശ്വര്യപ്രദായനായ കാമിതാർത്ഥനായിട്ട് എത്രയോ വരദാനങ്ങളെ കൊടുക്കുന്ന ആളാണ് ഭഗവാൻ ശ്രീനിവാസൻ. ഭഗവാന്റെ ഒരു കഥ തന്നെയുണ്ട്. ഏറ്റവും നമ്മൾ തിരുപ്പതി അല്ലെങ്കിൽ വെങ്കടേശ്വരനെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒപ്പം നമ്മൾ മനസ്സിലറിയാണ്ട് കടന്നു പോകുന്ന ഒരു മുഖമാണ് അന്നമാചാര്യർ. 32,000 കീർത്തനമാണ് അദ്ദേഹം ഭഗവാനെ പറ്റി എഴുതിയത്. അന്നമാചാര്യർ അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു, അദ്ദേഹം സാഹിത്യകാരനായിരുന്നു. ഈ 32,000 അദ്ദേഹം എഴുതിയ എല്ലാ കീർത്തനങ്ങളും ഗീതങ്ങളും അദ്ദേഹം ഭഗവാനിൽ സമർപ്പിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി. അദ്ദേഹത്തെ ജീവനോടെ അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം. അന്നമാചാര്യർ അവിടെ തന്നെ ആ ആത്മാവ് ഭഗവാന് പ്രത്യക്ഷമായി വിലയം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം. അതുപോലെ ഭഗവാന്റെ ഒരു കഥയാണ് ഹസ്തിരാജൻ എന്നുള്ള മഹർഷി. അവിടെ ഒരു ഭക്തനായിട്ടുള്ള ഒരാള് ഭഗവാനെ വിചാരിച്ച് ഇങ്ങനെ താമസിച്ചിരുന്നു വെങ്കടാദ്രിയിൽ. അപ്പൊ ഭഗവാൻ രാത്രി വന്ന് ചൂത് കളിക്കും, ഇദ്ദേഹമായിട്ട് ചെസ് കളിക്കും. അപ്പൊ അങ്ങനെ ദിവസം വന്ന് ചൂത് കളിക്കും. അത് കഴിഞ്ഞ ഒരു ദിവസം ഭഗവാന്റെ ഒരു മാല, ഒരു അപൂർവ രത്നങ്ങളെ കൊണ്ടുള്ള മാല ഭഗവാൻ അവിടെ ഇട്ടിട്ട് പോകും. ഭഗവാൻ എടുക്കാതെ ഭഗവാൻ പോകും. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഹസ്തിരാജൻ എന്നുള്ള അദ്ദേഹം ഇത് കാണുന്നത്. അയ്യോ, ഭഗവാൻ മാല കൊണ്ടുപോയില്ലോ, എന്താ മാല ഇവിടെ കിടക്കണേ എന്ന് കരുതി അദ്ദേഹം പരിഭ്രമിച്ചു. ഈ സമയത്ത് രാത്രിയിലാണ് വരണത് ചെസ് കളിക്കാൻ, ചതുരംഗം കളിക്കാൻ വേണ്ടി. അദ്ദേഹം നട തുറക്കുമ്പോൾ അവിടെ പൂജിക്കുന്ന ആളുകൾ നോക്കുമ്പോൾ ഭഗവാന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ആഭരണം കാണുന്നില്ല. അത് അതിന്റെ അധികാരികളെ അറിയിച്ചു. എല്ലാവരും ഒന്നും അന്വേഷണമായി. അപ്പോഴാണ് ഈ ഹസ്തിരാജൻ എന്നുള്ള മുമ്പതിന്റെ സേവാരാജൻ എന്നോ അങ്ങനെ എന്തുവാണ് പേര്, ഇതിനായിട്ട് ഓർക്കുന്നില്ല. ഹസ്തിരാജൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ആഭരണമായിട്ട് വരുന്നുണ്ട്. ഇത് അപ്പൊ ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അപ്പൊ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഭഗവാൻ എൻ്റെ അടുത്ത് ചതുരംഗം കളിക്കാൻ വേണ്ടി വരും. ഇന്നലെ അത് ഇവിടെ ഇട്ടിട്ട് പോയി. ഇത് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിച്ചില്ല. എങ്കിലും അവര് ഒരവസരം ഈ ഹസ്തിരാജന് കൊടുത്തു. അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിട്ട് കുറെ കരിമ്പ് കൊണ്ടിട്ട് കൊടുത്തു. പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് ഈ കരിമ്പ് മുഴുവൻ ഭക്ഷിച്ചു തീർന്നാൽ നീ പറയണം ഞങ്ങൾ സമ്മതിക്കാം, ഇല്ലെങ്കിൽ സമ്മതിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? കുറെ കരിമ്പും ഹസ്തിരാജനും കൂടി രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുക. കരിമ്പ് ഒരു മനുഷ്യനെ കൊണ്ട് തിന്നു തീർക്കാൻ പറ്റില്ല. ആ സമയത്ത് ഭഗവാൻ വെങ്കടേശൻ ഒരു ഐരാവതത്തിന്റെ രൂപത്തിൽ അവിടെ വന്ന് ഇത് മുഴുവൻ തിന്നു തീർത്തു. ആ സമയത്ത് ഈ കാവൽക്കാരിത് കണ്ടു. അവർ ഓടിച്ചെന്ന് അധികാരികളെ അറിയിച്ചു. അവരെല്ലാവരും ഓടി വന്നപ്പോൾ കരിമ്പ് മുഴുവൻ തീർന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ തന്നെ ഈ ആന അപ്രത്യക്ഷമായി. അതാണ് ഹസ്തി. ആ ഹസ്തിയായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഹസ്തിരാജൻ എന്ന് പറയുന്നത്. എല്ലാവരും ഈ ഹസ്തിരാജനെ ജയിൽ മുക്തനാക്കി. അദ്ദേഹത്തിന്റെ ഒരുപാട് വാഴ്ത്തി സ്തുതിച്ചു ഹസ്തിരാജൻ. അദ്ദേഹത്തിന് ഇപ്പോഴും വെങ്കടാദ്രിയിലൊരു സ്ഥാനം ഇപ്പോഴും ഉണ്ട്. തിരുപ്പതിയിൽ തൊഴുന്നവരെല്ലാം അവിടെയൊക്കെ പോകണം. അതുപോലെ ആദ്യം തൊഴേണ്ടത് വരാഹ സ്വാമിയാന്ന് പറഞ്ഞു. അത് ആ വരാഹസ്വാമിയുടെ തൊട്ട് പുറയിലായിട്ട് ഒരു ശിവലിംഗം ഉണ്ട്, ഒരു ശിവനുണ്ട്. അധികം പേർക്കും ചിലപ്പോൾ അറിയുമോന്ന് അറിയില്ല. ആ ശിവനെ തൊഴണം. അവിടെ അകത്ത് നരസിംഹസ്വാമി ഉണ്ട്, അദ്ദേഹത്തെ തൊഴണം. ഗരുഡന് വളരെ പ്രാധാന്യമുണ്ട്. വിവാഹം ക്ഷണിക്കാൻ പോയ ആളാ ഗരുഡനെ തൊഴണം. രാമാവതാര കാലത്തെ കഥയൊക്കെയാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത്. രാമനാമം എവിടെയുണ്ടോ അവിടെ ഹനുമാനുണ്ട്.
അവിടെ ജാവാലി തീർത്ഥം എന്ന തീർത്ഥമുണ്ട്. അതിൻ്റെ തീരത്ത് ഹനുമാന്റെ അമ്പലമുണ്ട്. വളരെ വിശേഷമാണ്. അവിടെയും പോയി തൊഴണം. കുറച്ച് കാട്ടിലേക്ക് നടക്കണം. അവിടെ പോയിട്ട് തൊഴണം. ഹനുമാൻ വന്നുകൊണ്ടാണ് ഈ വെങ്കടാദ്രിക്ക് അഞ്ജനാദ്രി എന്നുള്ള പേരും കൂടി വന്നത്. അഞ്ജനാദ്രി, നാരായണാദ്രി, നീലാദ്രി, ശേഷാദ്രി, നാരായണാദ്രി, വൃഷാദളദ്രി, ഗരുഡാദ്രി, അങ്ങനെ 7 പേരാണ്. 7 പേരുകളാണ് അതിനുള്ളത്. അതൊക്കെ ഈ ഓരോരോ കഥയിലൂടെ വന്ന പേരുകളാണ്. അവിടെ 7 എന്ന സംഖ്യയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ഭഗവാൻ 7 കവാടങ്ങളാണുള്ളത്. 7 പർവ്വതം, അവിടെ 7 തീർത്ഥങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 7ാമത്തെ ഗ്രഹമായ ശനിയാണ് ജ്യോതിഷത്തിൽ വരുന്നത്. അതുകൊണ്ട് ശനിദോഷത്തിന് അവിടുത്തെ ഭജനം വളരെ വിശേഷമാണ്. സാധാരണ നമ്മൾ വ്യാഴത്തെ കൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ ശനിയെ കൊണ്ടാണ് ചിന്തിക്കുക. അതുകൂടാതെ ചന്ദ്രന്റെ സ്ഥാനമായിട്ടും അതിനെ കണക്കാക്കുന്നുണ്ട്. വെങ്കിടാചലപതിയെ ചന്ദ്രന്റെ ആധിപത്യമുള്ള ദേവനായിട്ട് കണക്കാക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ISRO ചന്ദ്രയാൻ സമയത്ത് അവർ പോയി ഭജിച്ചത്, ഒരു ശാസ്ത്രജ്ഞന്മാരെല്ലാവരും പോയി പ്രാർത്ഥിച്ചു വെങ്കിടാചലപതിയെ. തിരുപ്പതി പോയിട്ട് അവർ പ്രാർത്ഥിക്കണമൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. അതിന് കാരണം ചന്ദ്രന്റെ ആധിപത്യം വെങ്കിടാചലപതിക്ക് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ നമുക്ക് എന്ത് നവഗ്രഹ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിത്തരാൻ വെങ്കടേശ്വര ഭഗവാന് കഴിയും. കാരണം എല്ലാവരും അവിടെയുണ്ട്. ശുക്രമഹർഷിയാണ് ഈ വിവാഹത്തിന് നേതൃത്വം കൊടുക്കുക ഒക്കെയാണ്. അപ്പോൾ ശുക്രൻ എന്ന ഗ്രഹത്തിന് പ്രാധാന്യം വന്നു, ചന്ദ്രനെ പറഞ്ഞു, ശനിയെ പറഞ്ഞു. ഭഗവാൻ നാരായണനെ ചിന്തിക്കുക തന്നെ വ്യാഴമാണ്. അപ്പോൾ വ്യാഴത്തിന്റെ ബന്ധം വന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ ഗ്രഹങ്ങൾക്കും അവിടെ ഒരു പ്രാധാന്യം ഉണ്ട്. അപ്പോൾ നവഗ്രഹ ദോഷത്തിനും വിശേഷാൽ ഈ ശനിയുടെ ദോഷത്തിനും ചന്ദ്രന്റെ ദോഷത്തിനും എല്ലാം അവിടെ പോയി ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ദാരിദ്ര്യ ദുഃഖത്തിന്, കടങ്ങൾ മാറാൻ എല്ലാം ഭഗവാന്റെ ആ ഒരു ഭജനം വളരെ പ്രധാനമാണ്. പിന്നെ പലരും പറയുന്ന കേൾക്കാം, ഭഗവാനെ വിളിക്കണം അപ്പോഴേ അവിടെ എത്താൻ പറ്റുള്ളൂ. മൂകാംബി എങ്ങനെയാണ്? ഭഗവതി വിളിക്കണം, അല്ലാതെ അവിടെ എത്താൻ പറ്റില്ല. തിരുപ്പതിയും അങ്ങനെ തന്നെയാണ്. ഭഗവാൻ വിളിക്കണം, അല്ലാതെ അവിടെ എത്താൻ പറ്റില്ല. ഈ ഒരു വാക്കുകൾ, ഈ ഒരു പ്രയോഗത്തിൽ നിഗൂഢമായിട്ട് ഒരു അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഭഗവാൻ എന്തിനാ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഭഗവാനെ ഇല്ല കാണാൻ ആഗ്രഹം. പിന്നെ ഭഗവാൻ എന്തിനാ നമ്മളെ വിളിക്കുന്നത്? ഭഗവാൻ വിളിച്ചാലേ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള ഇതാണ്. വേറൊന്നുമല്ല, സുഹൃതം പാകമാകുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ എത്താൻ പറ്റൂ. സുഹൃതം പാകമാകും. നമ്മുടെ പൂർവജന്മത്തിലെയും യഹജന്മത്തിലെയും പാവങ്ങൾ, സത്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റുക. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിയാൽ വേഗം നമുക്ക് വരം ലഭിക്കും. ക്ഷിപ്രമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. വേഗം ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മുടെ ദുരിതങ്ങൾ കുറെ തീർന്നിരിക്കും. അതുകൊണ്ട് തിരുപ്പതി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തന്മാര് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്ത് അവനവന്റെ പ്രാരബ്ധവും ദുരിതവും കുറയ്ക്കാൻ നോക്കുക. അപ്പോഴാണ് ഭഗവാൻ വിളിക്കുക. പിന്നെ ഭഗവാനെ നിരന്തരം സ്മരിക്കുക. ആ സ്മരണ നിങ്ങളെ അവിടെ എത്തിക്കും. വെങ്കടരമണ, സങ്കടഹരണ, ഗോവിന്ദ ഗോവിന്ദ. എപ്പോഴും ആ ജപം അവിടെ ഇങ്ങനെ മുഖരിതമാണ്. ഗോവിന്ദ ഗോവിന്ദ. വെങ്കടരമണനാണ്, രമണൻ ആണ്. ലക്ഷം കാമദേവന്മാർ ഒരുമിച്ച് വന്നാലും ശ്രീനിവാസമൂർത്തിയുടെ മുൻപിൽ ഒന്നുമല്ല എന്നാ പറയാ. ശ്രീനിവാസമൂർത്തി അത്ര സുന്ദരനാണ്. സങ്കടഹരണനാണ്. സങ്കടത്തോടെ ദുഃഖത്തോടെ ഭഗവാനെ വിചാരിച്ചാൽ ആ ദുഃഖത്തെ ഭഗവാൻ ഹരിക്കും, ഭഗവാൻ നശിപ്പിക്കും. അതാണ് വെങ്കടരമണ, സങ്കടഹരണ, ഗോവിന്ദ ഗോവിന്ദ.
ഇത് നിങ്ങൾ അനവരതം ജപിച്ചോളൂ. നിങ്ങൾ തിരുപ്പതിയിൽ എത്തിച്ചേരും എന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. ഭഗവാൻ നിങ്ങൾക്ക് ദർശനം തന്ന് അനുഗ്രഹിക്കും. നാരായണ നാരായണ നാരായണ.